അയ്യപ്പനെ സ്വന്തം അമ്മ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ശിവഭഗവാനും മോഹിനിക്കും ഒരു ആൺകുട്ടി ജനിച്ചു. അവരാണ് അയ്യപ്പസ്വാമി. ആ കുഞ്ഞിനെ പമ്പാ നദിക്കരയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും മടങ്ങി. ആ സമയത്താണ് പന്തളം മഹാരാജാവ് അവിടെ എത്തിയത്. അദ്ദേഹത്തിന് വർഷങ്ങളായി കുട്ടികളില്ലായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം അയ്യപ്പനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി തന്റെ പത്നി രാജകുമാരിക്ക് ആര്യാമ്പ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു കാണിച്ചു കൊടുത്തു. അയ്യപ്പനെ കണ്ടപ്പോൾ രാജ്ഞിക്ക് വലിയ സന്തോഷമായി. ദൈവം തന്നെ തനിക്ക് മകനായി വന്നതാണെന്ന് കരുതി അവർ അയ്യപ്പനെ സ്നേഹത്തോടെ വളർത്തി. അയ്യപ്പൻ വളർന്നപ്പോൾ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹത്തോടെ പെരുമാറി. പിന്നീട് രാജാവിനും രാജ്ഞിക്കും ഒരു കുഞ്ഞ് ജനിച്ചു. കൊട്ടാരത്തിലെ പ്രധാന തീരുമാനങ്ങളെല്ലാം അയ്യപ്പനാണ് എടുത്തിരുന്നത്. അതിനാൽ അയ്യപ്പൻ രാജാവാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. എന്നാൽ മന്ത്രി മാത്രം ഇതിനെ എതിർത്തു. കാരണം മന്ത്രി രാജ്യത്ത് ഒട്ടനവധി തെറ്റുകൾ ചെയ്തിരുന്നു. അയ്യപ്പൻ രാജാവായാൽ തന്റെ തെറ്റുകളെല്ലാം കണ്ടുപിടിക്കപ്പെടുമെന്ന് മന്ത്രി ഭയന്നു. ഇത് തടയാനായി മന്ത്രി രാജ്ഞിയുടെ അടുത്ത് ചെന്ന്, ഇപ്പോൾ അയ്യപ്പൻ രാജാവായാൽ നിങ്ങളുടെ സ്വന്തം മകന് ഒരിക്കലും രാജാവാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സ് മാറ്റി. രാജ്ഞിയും ഏതാനും ദിവസങ്ങൾ ആലോചിച്ച ശേഷം മന്ത്രിയോടൊപ്പം ചേർന്ന് അയ്യപ്പനെ വധിക്കാൻ പദ്ധതിയിട്ടു. ഒരു മന്ത്രവാദിയെ വിളിച്ച് അയ്യപ്പന് നേരെ ദുഷ്ടശക്തികളെ പ്രയോഗിച്ചു. ഇതിന്റെ ഫലമായി അയ്യപ്പന്റെ ശരീരമാകെ രോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി. വൈദ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും അയ്യപ്പനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശിവഭഗവാൻ തന്നെ അയ്യപ്പന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ രോഗം മാറിക്കൊടുത്തു. പിന്നീട് അവർ മറ്റൊരു തന്ത്രം മെനഞ്ഞു. രാജ്ഞിക്ക് സുഖമില്ലെന്ന് അഭിനയിച്ച് കിടപ്പിലായി. രാജ്ഞിയെ രക്ഷിക്കാൻ പുലിപ്പാൽ വേണമെന്ന് മന്ത്രി ഒരു വ്യാജ വൈദ്യനെ കൊണ്ട് രാജാവിനോട് പറയിപ്പിച്ചു. രാജാവ് സങ്കടത്തിൽ നിൽക്കുന്നത് കണ്ട് അയ്യപ്പൻ പറഞ്ഞു, പിതാവേ, പുലിപ്പാൽ കൊണ്ടുവരാൻ ഞാൻ പോകാം. രാജാവിന് താൽപ്പര്യമില്ലായിരുന്നെങ്കിലും അയ്യപ്പനിലുള്ള വിശ്വാസം കാരണം സമ്മതിച്ചു. അയ്യപ്പൻ കാട്ടിൽ പോയാൽ പുലി അദ്ദേഹത്തെ കൊന്നുകൊള്ളുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ അയ്യപ്പൻ പുലിയുടെ പുറത്തേറി പുലിപ്പാലുമായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ഇത് കണ്ട രാജ്ഞിയും മന്ത്രിയും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അയ്യപ്പനോട് മാപ്പ് ചോദിച്ചു. സ്വാമിയെ ശരണമയ്യപ്പ.